ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദോശയ്ക്ക് ഇന്ന് കഴിക്കാനായിട്ട് തേങ്ങാപ്പാലും പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ അതിൽ ചെറുപഴം ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളും മദ്രസയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മദ്രസയിൽ പോയിട്ടുണ്ട്. രാവിലത്തെ നേരത്ത് നമ്മൾ നല്ല പോലെ പെട്ടെന്ന് പണികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ എല്ലാ പണികളും കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കാൻ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ വീട്ടിലും മിക്കതും പണികളൊക്കെ കഴിയണ നേരമല്ലേ. അപ്പോൾ അതേ ഒപ്പം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഈ ദോശയിൽ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ആ പഴമൊക്കെ കൂടെ നല്ലോണം അരിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ പാലൊഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണേ. അപ്പോൾ ഇങ്ങനെ ദോശ ഇങ്ങനെ സോഫ്റ്റായി വരും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അവർ പിന്നെയും ചമ്മന്തി ചട്നിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ രാവിലത്തെ കടിയുടെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ മടിയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും എണീറ്റൊന്ന് ലെവലായാൽ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി വെള്ളം കുപ്പി ഇന്ന് കറിയായിട്ടൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ല. കറിയൊക്കെ 2 തരം കറിയൊക്കെ അവർക്ക് സ്കൂളിൽ തന്നെ ഉണ്ട്. പിന്നെ ചോറും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുക. പിന്നെ ഇന്ന് മോര് ഉപ്പിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പച്ചമോര് ഉപ്പും വെറുതെ ഉള്ളി മാത്രം അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഇവിടുത്തെ കുട്ടികൾ തീരെ കാച്ചിയ മോര് കുടിക്കില്ല കേട്ടോ. ഞാൻ കുറേ തവണ കാച്ചിയിട്ടും എന്താണെന്നറിയില്ല, കാച്ചിയ മോര് കുടിക്കാൻ തീരെ ഇഷ്ടമല്ല അതൊന്ന്. പച്ചമോരാണെങ്കിൽ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ. അത് ഉപ്പിടാണ്ടും കുടിക്കാറുണ്ട്, ഉപ്പിട്ടാലും കുടിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ള കളറായിട്ട് കാണണം. അതിലങ്ങനെ ഒന്നും കാണാൻ പാടില്ല. ഉള്ളി ചിലപ്പോൾ തന്നെ കഴിക്കും, ചിലപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ശനിയും ഞായറും കഴിഞ്ഞ് വീട് ഒരു ലെവലായിട്ടുണ്ടാവും. കാരണം കളിക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ട ദിവസമാണെന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് വേണം അതിനായിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ യൂണിഫോമൊന്നും ഇസ്തിരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫൈഹക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മദ്രസയിൽ പോവുക. അപ്പോൾ അതും അങ്ങനെയല്ല, കാരണം എനിക്ക് ട്രൗസറാണ്. അടുത്ത വർഷം തൊട്ടിട്ട് ഇനി പാൻറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ട്രൗസർ ആയതുകൊണ്ട് തന്നെ അതിട്ടിട്ട് മദ്രസയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവന് മദ്രസയിലേക്ക് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോവാറ്. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി രാവിലത്തെ ആ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടിക്കുക തുടക്കുക അങ്ങനത്തെ പണികൾക്കൊക്കെ ഒന്ന് നിൽക്കണം. ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കോണിയുടെ ചോട്ടിൽ എൻ്റെ കൈ നല്ല പോലെ ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വേദന കുറേ നേരം ഉണ്ടായിരുന്നേ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ചുമരൊക്കെ ശ്രദ്ധിക്കാറ്. അത്യാവശ്യം കാറായിട്ടുണ്ട് കേട്ടോ. കുറേ ആയി പെയിൻറ്റ് നമ്മളിപ്പോൾ വീട് താമസിച്ച ആ സമയത്ത് അടിച്ചതാണ്. അതും പ്രൈമർ അടിച്ചതാണ്. പിന്നെ അങ്ങനെ പെയിൻറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരക്കുള്ള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കാറുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ കിളികളെയും കാക്കേനെയും പൂച്ചേനെയും അങ്ങനെയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.